നാടകീയതകൾക്കൊടുവിൽ മുഖ്യമന്ത്രി പദവി വി.ഡി. സതീശന് എന്ന് സൂചന. സ്വയം പിന്മാറാൻ കെ.സി. വേണുഗോപാലിന്മേൽ ഹൈക്കമാൻഡ് സമ്മർദ്ദം ചെലുത്തിയിരിക്കുകയാണ്. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വീട്ടിൽ തിരക്കിട്ട ചർച്ചകളാണ് നടക്കുന്നത്. എ.ഐ.സി.സി നിരീക്ഷകരും ദീപാദാസ് മുൻഷിയും ഖാർഗെയുടെ വസതിയിൽ എത്തി. ജനവികാരം സതീശനൊപ്പമെന്നാണ് നിരീക്ഷകർ വ്യക്തമാക്കുന്നത്. ശരത് ലാലും ആൽവിൻ തോമസും ചേരുകയാണ്. ആദ്യം ശരത് ലാലിലേക്ക്. ശരത്ത്, വളരെ നിർണായകമായ ചർച്ച. ഇനിയുള്ള മണിക്കൂറുകളിൽ ആ പ്രഖ്യാപനം വരുമെന്ന് തോന്നുകയാണ്. ഏറ്റവും ഒടുവിൽ കെ.സിക്കാണ് ഏറ്റവും വലിയ മുൻതൂക്കമെന്നൊക്കെ കണക്കുകൾ വ്യക്തമാക്കുമ്പോഴും അതല്ല, ജനവികാരമാണ് നോക്കേണ്ടത് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കാരണം വെറും എം.എൽ.എമാരുടെ കണക്കുകളിലേക്ക് പോയാൽ അത് സംസ്ഥാനത്ത് പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടാകും എന്ന സൂചന കൂടി നൽകുകയാണ്. രുചീഷ്, അതുതന്നെയാണ് ഇന്ന് രാവിലെ മുതൽ ഹൈക്കമാൻഡിൽ നിരീക്ഷകർ തിരിച്ചെത്തിയ ശേഷം ഹൈക്കമാൻഡിലെ മുതിർന്ന നേതാക്കളുമായി നടത്തിയ ചർച്ചകളിലൊക്കെ തന്നെ കേരളത്തിൽ വി.ഡി. സതീശന് അനുകൂലമായ പ്രവർത്തകരുടെ വികാരമുണ്ട്. മുതിർന്ന നേതാക്കളുടെ അത്തരത്തിലുള്ള മൊഴികൾ അല്ലെങ്കിൽ അവരത്തരത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് തുടങ്ങിയതാണ് മുഗൾ വാസനിക്കും അതുപോലെ അജയ് മാക്കനും ഈ കാര്യങ്ങളുടെ വിശദീകരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും, ഇപ്പോൾ 11:30 മണിക്ക് തുടങ്ങിയ മീറ്റിംഗ് ആണ് ഖാർഗെയുടെ വസതി നമുക്ക് കാണാം. ആ വസതിക്ക് ഉള്ളിൽ ആണ് ഇപ്പോൾ ദീപാദാസ് മുൻഷി, മല്ലികാർജ്ജുന ഖാർഗെ, അതേപോലെ നിരീക്ഷകരായ മുഗൾ വാസനിക്, അജയ് മാക്കൻ എന്നീ 4 പേരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഈ ചർച്ചയിലേക്ക് രാഹുൽ ഗാന്ധി ഇപ്പോൾ കടന്നു വരുമോ എന്ന കാര്യം ഉറപ്പില്ല. കാരണം രാഹുൽ ഗാന്ധിക്ക് ഹരിയാനയിൽ ഒരു പൊതുപരിപാടി ഇന്നുണ്ട്. അതിന് 2 മണിക്ക് അതിന് പോകണം. അതിനു മുമ്പേ രാഹുൽ ഗാന്ധി ഈ ചർച്ചയിലേക്ക് എത്തുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം രാഹുൽ ഗാന്ധി ഇപ്പോൾ ഈ ചർച്ചയിൽ ഭാഗമാക്കുമാവില്ല എന്നാണ് മുതിർന്ന എ.ഐ.സി.സി വൃത്തങ്ങൾ പറയുന്നത്. അതായത് ഇപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ, എത്രയൊക്കെ എം.എൽ.എമാർ, എല്ലാ മറ്റു മുതിർന്ന നേതാക്കളുടെ കാര്യങ്ങൾ, ഇതൊക്കെ സംസാരിക്കുകയാണ്. പക്ഷേ കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ നേതൃത്വത്തിലുള്ള പ്രധാന കാര്യം കെ.സി. വേണുഗോപാൽ ഹൈക്കമാൻഡിൻ്റെ ഭാഗമാണ്. അദ്ദേഹത്തിൻ്റെ ക്ലെയിം സ്വയം പിന്മാറുകയാണെങ്കിൽ അത് വളരെ നല്ല കാര്യമായിരിക്കും. ആ തരത്തിലുള്ള നീക്കമാണ് ഹൈക്കമാൻഡിൽ നിന്ന് കെ.സി. വേണുഗോപാലിൽ സമ്മർദ്ദമുണ്ട്. ആ സമ്മർദ്ദത്തിന് കെ.സി. വേണുഗോപാൽ അല്ലെങ്കിൽ വഴങ്ങുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. കാരണം എം.എൽ.എമാരിൽ ഭൂരിപക്ഷവും കെ.സി. വേണുഗോപാലിൻ്റെ പേരാണ് നൽകിയിരിക്കുന്നത് എന്ന് നിരീക്ഷകർ പറഞ്ഞാൽ ജനങ്ങൾ പലപ്പോഴും കോൺഗ്രസ് പ്രവർത്തകരും കെ.സിക്ക് വേണ്ടി പൊതു നിരത്തുകളിൽ, അതായത് പ്രകടനമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നു. ആ കേരളത്തിൻ്റെ ഈ കോൺഗ്രസ്സുകാരുടെ വികാരം ഏതായാലും നിരീക്ഷകർ ഖാർഗെയെ അറിയിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധി അനൗപചാരികമായി ടെലിഫോണിലൂടെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് കാര്യങ്ങൾ കെ.സിക്ക് അനുകൂലമായി മാറുന്നു, അല്ലെ കെ.സിയിലേക്ക് നീങ്ങുന്നു എന്ന ഒരു സന്ദേശം, അന്ന ഒരു ഫീലിംഗ് ആണ് നമുക്ക് ഖാർഗെയുടെ വസതിക്ക് മുമ്പിൽ അല്ലെ കോൺഗ്രസ് മുതിർന്ന നേതാക്കളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ജയറാം രമേശും പവൻ ഖാരയും അടക്കമുള്ള ജനറൽ സെക്രട്ടറിമാർ കെ.സി. വേണുഗോപാൽ സ്വയം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വിവാദ തരത്തിലേക്ക് കേരളത്തിലെ പോകുന്നത് ശരിയായിരിക്കില്ല എന്ന അഭിപ്രായക്കാരാണ്. അതുകൊണ്ട് പക്ഷേ ഇതിനൊക്കെ തീരുമാനമെടുക്കേണ്ടത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി എന്ത് തീരുമാനമെടുക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും. രാഹുൽ ഗാന്ധിയുടെ തീരുമാനം കെ.സി. തന്നെ നിർബന്ധമായി കേരളത്തിലേക്ക് പോകണം, അല്ലെങ്കിൽ എം.എൽ.എമാരുടെ ഭൂരിപക്ഷം അനുസരിച്ച് നടപ്പിലാക്കാൻ കെ.സിക്ക് അനുകൂലമായി വരും. എന്നാൽ പൊതുജന വികാരം, കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം, ഘടകകക്ഷികളുടെ വികാരം, ഇത് തന്നെയാണ് വളരെ പ്രാധാന്യത്തോടെ നിരീക്ഷകർ മല്ലികാർജ്ജുന ഖാർഗെ ഇപ്പോൾ ധരിപ്പിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഒരു 11:45 മണിക്കൂർ, അതായത് 45 മിനിറ്റ്സ് ചർച്ച തുടങ്ങിക്കഴിഞ്ഞു. ഇതിലേക്ക് രാഹുൽ ഗാന്ധി വന്നിട്ടില്ല. കെ.സി. കഴിഞ്ഞ 2 ദിവസമായി ഇന്നലെയും ഇന്നും തൻ്റെ വസതിയിൽ, ലോധി റോഡിലെ 52ാമത്തെ വസതിയിൽ തന്നെയാണ്. കാരണം ഈ ചർച്ചകൾ നേരിട്ട് ഭാഗമാക്കാൻ ഹൈക്കമാൻഡിന്റെ ഭാഗമായ കെ.സി. വേണുഗോപാലിന് കഴിയില്ല. അതിന് പകരം നിർണായകമായ ചർച്ചകളാണ് ഇപ്പോഴും നടക്കുന്നത്. ആ പ്രഖ്യാപനത്തിലേക്ക് വരേണ്ടതുണ്ട്. എന്തായാലും നമ്മളിപ്പോൾ ആൽവിൻ തോമസിലേക്ക് കൂടി പോവുകയാണ്. ആൽവിൻ, ഈ നമ്പർ ഗെയിം അത് വളരെ പ്രധാനമാണ്. ഏറ്റവും കൂടുതൽ അത് 50നോടടുത്ത നമ്പർ അത് കെ.സി. വേണുഗോപാലിന് അനുകൂലമാണ്. കെ.സി. മുഖ്യമന്ത്രി ആയില്ല എങ്കിൽ കൂടി ഈ പാർട്ടിയിൽ തനിക്കാണ് ശക്തി എന്ന് തെളിയിക്കാൻ പറ്റി ഈ ചർച്ചകൾക്ക്. എന്തായാലും ഒടുവിൽ അത് വി.ഡി. സതീശന് അനുകൂലമായി വരുമെന്ന് തന്നെയല്ലേ നമ്മൾ വിലയിരുത്തേണ്ടത്? പക്ഷേ ഏതാണ്ട് ഈ ഘട്ടത്തിൽ ഒരുപക്ഷെ കാര്യങ്ങൾ അങ്ങനെ നീങ്ങുന്നുവെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിൽ ഏറ്റവും പ്രധാനം പൊതുവികാരം കണക്കിലെടുത്തില്ല എങ്കിൽ ഒരുപക്ഷെ വലിയ തരത്തിലുള്ള തിരിച്ചടി ഈ സർക്കാർ രൂപീകരണ വേളയിൽ പോലും ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുമെന്നുള്ളൊരു തിരിച്ചറിവ് എ.ഐ.സി.സി നിരീക്ഷകർക്ക് ഏതെങ്കിലും തരത്തിൽ
കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അവർ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അത്തരത്തിലൊരു സമ്മർദ്ദം ഇപ്പോൾ കെ സിയുടെ മുന്നിലേക്ക് വെക്കുന്നത് എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. ഏതായാലും ഇന്നലെ ഇവർ രണ്ടുപേരും, അജയ് മാക്കനും അതോടൊപ്പം തന്നെ മുകുൾ വാസ്നിക്കും രണ്ടുപേരും പേരുകൾ ക്രോഡീകരിച്ചുകൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ അവിടെ സ്വാഭാവികമായും കെ സിയുടെ വിഭാഗത്തിലുള്ള ആളുകളാണ് കൂടുതലും എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നത്. അദ്ദേഹത്തിന് പിന്തുണ ഏറുന്നു എന്ന തരത്തിലുള്ള വാക്കുകളാണ് പുറത്തു വന്നത്. പക്ഷേ അതിൽ കാര്യമില്ല എന്നുള്ളത് നേരത്തെ തന്നെ മുതിർന്ന നേതാക്കൾ ഇന്നലെ രാവിലെ തന്നെ അവരെ അറിയിച്ചിരുന്നു. എണ്ണത്തിൽ കാര്യം നോക്കരുത് എന്നുള്ളത് വളരെ കൃത്യമായി AK ആന്റണിയും അതോടൊപ്പം തന്നെ VM സുധീരൻ അടക്കമുള്ള ആളുകൾ ഇന്നലെ KPCC ആസ്ഥാനത്തും അദ്ദേഹത്തിൻ്റെ വസതികളിലുമൊക്കെയായി അവർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അവരോട് വളരെ കൃത്യമായി ഈ കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇന്നലെ തന്നെ നമ്മൾ അറിഞ്ഞത്. അതിൽ VM സുധീരൻ അത്തരത്തിലൊരു സ്റ്റാൻഡ് എടുത്തപ്പോൾ അത് VD സതീശന് അനുകൂലമാണ് എന്നുള്ളത് ഏതാണ്ട് ഓൾമോസ്റ്റ് നമുക്ക് വ്യക്തമാവുകയും ചെയ്തിരുന്നു. AK ആന്റണിയും അത്തരത്തിലൊരു സ്റ്റാൻഡിലേക്കാണ് പോയത് എന്നുള്ളൊരു ആണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ എണ്ണം എടുത്തുകൊണ്ട് മാത്രം അതൊരു മാനദണ്ഡമാക്കി പോയാൽ അത് ഭാവിയിൽ ദോഷം ചെയ്യുമെന്നുള്ള തരത്തിലുള്ള ഒരു വിലയിരുത്തൽ AICCക്ക് അല്ലെങ്കിൽ നിരീക്ഷകർക്ക് മുമ്പിലേക്ക് വന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ഈ ഒരു യാഥാർത്ഥ്യം എന്ന രീതിയിൽ പറയേണ്ടത്. പക്ഷേ കണക്കുകളുടെ എണ്ണത്തിൽ KC വേണുഗോപാലിന് തന്നെയാണ് ഇപ്പോൾ എണ്ണം കൂടി വന്നിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമുക്ക് അറിയാവുന്നതുപോലെ ഇന്നൊരു പ്രമുഖ പത്രം പ്രസിദ്ധീകരിച്ചൊരു ചിത്രം തന്നെ പുറത്തു വന്നപ്പോൾ അതിൽ നിന്നുള്ള പേരുകളുടെ നമ്മൾ കണ്ടതാണ്. അതിന് നേരെ എഴുതി വച്ചിരിക്കുന്നത് കണ്ടതാണ്. ഏറ്റവും വിശ്വസ്തനെന്ന് കരുതിയ IC ബാലകൃഷ്ണൻ പോലും രമേശ് ചെന്നിത്തലയുടെ പേര് രണ്ടാമതെയാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ KCക്കാണ് അതിൽ ലിസ്റ്റിൽ ഭൂരിഭാഗം ആളുകളുടെയും 63 MLA-മാരിലും പേര് അധികമായി വന്നിട്ടുള്ളത് തരത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അത് മാത്രം മാനദണ്ഡമാക്കി പോയാൽ അത് വലിയ തിരിച്ചടി ഉണ്ടാക്കും. ആൽവിൻ, അത് തന്നെയാണ്. അതിൽ തന്നെ കുറെ ആളുകൾ, പ്രത്യേകിച്ച് നീലകണ്ഠൻ അടക്കമുള്ള ആളുകൾ കൃത്യമായി രേഖപ്പെടുത്തിയില്ല എന്നുള്ള പരാതിയുമൊക്കെ ആയി വരുന്നുമുണ്ട്.